നിന്റെ മക്കൾക്ക് ഭാവിയിൽ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുകൂടി. നിന്റെ പീസ് പടം കാണണമെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ കയറി കഴിഞ്ഞാൽ നിന്റെ പീസ് പടങ്ങൾ കാണാലോടി. നീയൊക്കെ എന്ത് എവിടത്തെ തള്ളയാടി നീയൊക്കെ. നീ ഒന്ന് പെറ്റതല്ലേ നീ എന്തൊക്കെ തന്നാലും. ഒരു പെണ്ണിന് അവളുടെ അഭിമാനമായിരിക്കണം ഏറ്റവും വലുത്, അല്ലാതെ കാശല്ല ഏറ്റവും വലുത്. അഭിമാനം വിട്ടാണ് നീ ജീവിക്കുന്നത്. അഭിമാനം വിറ്റ് ജീവിക്കുന്ന മാനം കെട്ടവളെ എന്നേ നിന്നെ പറയാൻ പറ്റുള്ളൂ. ഇനി ചിലച്ചോണ്ട് കമന്റ് ബോക്സിന്റെ അടിയിലോട്ട് വാ, അവള് ജീവിക്കാൻ കിടന്ന് ബുദ്ധിമുട്ടുന്ന മറ്റവളാണെന്ന് പറഞ്ഞിട്ട്. ഹേ ഗൈസ്, വെൽക്കം അഗൈൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ കണ്ടന്റ് രേണുസുതിയാണ്. താല്പര്യമില്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോവുക, താല്പര്യമുള്ള ആൾക്കാർ ഇത് കാണുക. വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഓക്കെ, ഇത് തുടക്കത്തിൽ തന്നെ പറയുന്നത് നിങ്ങളിത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളെ വ്യൂസ് കുറഞ്ഞു പോകുന്നത്. സോ കാണുന്ന ആൾക്കാർ ആദ്യം തന്നെ ലൈക്ക് ഇട്ട് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് കയറിക്കോളാം. ഹൈപ്പ് കാണുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കാം. കുറച്ചു കാലം മുമ്പുള്ള 2 വീഡിയോസ് കാണാനിടയായി. സുധിയുടെ അമ്മയുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയുന്നതും കിച്ചുവിനെ വല്ലാതെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ. അതിനകത്ത് നോട്ട് ചെയ്യാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അത് ലൈവിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഭിലാഷ് ആട്ടയം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സ്ത്രീനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യാലോ. പുള്ളിക്കാരന്റെ കയ്യിൽ എല്ലാവിധ മോഡലുകളും ഉണ്ട്. 80, 85, 70, 75 അങ്ങനെ എല്ലാവരും ഉണ്ട്. ആ സ്ത്രീകളെല്ലാവരും അയാൾ എന്താണ് കാണിക്കുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയത്തില്ല. എന്നാണെങ്കിൽ അഭിലാഷ് ആട്ടയത്തിന്റെ വീഡിയോ കാണാം. നിങ്ങൾ എന്ത് വർത്താനേ പറഞ്ഞത്? രേണുസുതി എന്ന് പറഞ്ഞ ആ കുട്ടി ചുണ്ട് പൊട്ടിയപ്പോ ഒന്ന് കാണിച്ചത്, എന്റെ ചുണ്ട് പൊട്ടിയിരിക്കണമെന്ന് കാണിച്ചൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ വേറെ രീതിയിൽ എഡിറ്റ് ചെയ്ത് ഏതോ കുറെ ആളുകൾ ചേർന്ന് അവരുടെ റീച്ചിന് വേണ്ടി, റിയാക്ഷന് വേണ്ടി പോസ്റ്റ് ചെയ്തു. അണ്ടാ കുട്ടിയോ? ഏത് കുട്ടി? എത്ര കൊല്ലം മുമ്പ്? കുട്ടിയൊക്കെ പണ്ട്. ഇപ്പൊ കുട്ടിയൊന്നുമല്ല, അത്യാവശ്യത്തിന് പ്രായമുള്ള ഒരു തള്ള അല്ലെങ്കിൽ ഒരു മുതുക്ക് അങ്ങനെയൊക്കെ വിളിച്ചാൽ മതി. ഒരു കുട്ടി നിനക്ക് കുട്ടിയായിരിക്കാം, തന്റെ പ്രായം വെച്ച് ചിലപ്പോൾ തനിക്കത് കുട്ടിയായിരിക്കും, ബാക്കിയുള്ളവർക്ക് അത് കുട്ടിയല്ല. ഇനി അയാൾ അതിനെ ന്യായീകരിക്കുന്നത് വേറെ ആരാക്കിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് എഡിറ്റ് ചെയ്തു. അതെ, അത് ഇരുന്ന് എഡിറ്റ് ചെയ്യല പണി. പുള്ളിക്കാരി നടക്കുന്നത്, നിൽക്കുന്നത്, ശബ്ദം, ലൈവില് പറയുന്ന ചോദ്യങ്ങൾ, അങ്ങനെ പുള്ളിക്കാരി കൊടുക്കുന്ന ഉത്തരങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് കയറ്റി റിയാക്ഷൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി അത് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ചെയ്ത് വെച്ചേക്കുക. ആ വീഡിയോ ലൈവ് ആണെന്ന് പുള്ളിക്കാരി തന്നെ സമ്മതിച്ചിട്ട് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും പുള്ളിക്കാരിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ലൈവ് പോയതാണ്, ആളുകൾ അത് കണ്ട് ആസ്വദിച്ച്, അത് പുള്ളിക്കാരി തന്നെ എഗ്രി ചെയ്യുന്നുണ്ട്. പിന്നെ താൻ എന്തറിഞ്ഞിട്ടാണ് ഈ കൊണയടിച്ചുകൊണ്ടിരിക്കുന്നത്? വന്നിട്ട് പറഞ്ഞു, ലൈവില് വന്നിട്ട് പറഞ്ഞു, എന്റെ ചുണ്ട് പൊട്ടിയിരുന്ന ആ ചുണ്ട് പൊട്ടിയത് കാണിച്ചതാണ്. അതിനെന്തിനാണ് അവരെ എങ്ങനെ തേജോവധം ചെയ്യണത്? എനിക്കറിയാൻ വേണ്ടാണ്ട് ചോദിക്കുകയാണ്. ആ കൊച്ചു എങ്ങനെയും ജീവിച്ചു പോട്ടെ. ഒരു ചുണ്ട് പൊട്ടിയത് കാണിച്ചതിനാണ് ഈ പറയുന്ന ആളുകള് വന്നിട്ട് വേറെ രീതിയിൽ വീഡിയോ ആക്കിയിട്ട് പ്രചരിപ്പിക്കുന്നത്. മോശമാണ് നിങ്ങൾ കാണിക്കുന്നത്. ആര് കാണിക്കുന്നതാണ് മോശം എന്നൊക്കെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ അഭിലാഷ് ആട്ടയം, അതൊക്കെ പോട്ടെ, തനിക്ക് എത്ര വർത്താനാ? താനല്ലേ രേണുസുതി ഒന്ന് കമന്റ് ഇട്ടാൽ തന്റെ താടി മുടിയെല്ലാം വടിച്ച് താൻ വലിയ മാന്യനായി നടക്കുന്നു പറഞ്ഞേ. അതുപോലും ചെയ്യാൻ വകുപ്പില്ലാത്ത, കഴിവില്ലാത്ത ഒരു തൊലിഞ്ഞ പൊട്ടൻ നീ വന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ നടക്കുക. അല്ല, അറിയാത്തോണ്ട് ചോദിച്ചാൽ രേണുസുതി ഈ വീഡിയോ കമന്റ് ഇട്ടാൽ ഞാൻ താടി വിട്ട് മുടി വിട്ട് മൊട്ടയടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി വന്ന് കമന്റ് ഇട്ടിട്ടും പിന്നെ ഓൺലൈൻ മീഡിയക്കാർക്ക് ബൈറ്റ്സ് കൊടുത്തിട്ടൊന്നും താൻ ഇതുവരെ തന്നെ താടി മുടിയൊന്നും വടിച്ചില്ലല്ലോ. എത്ര വർത്താനം പറയും? പിന്നെ കുട്ടി ചുണ്ട് പൊട്ടിച്ച് കാണിച്ചു. ഞങ്ങളാരും ചുണ്ട് പൊട്ടിയ കണ്ണാടി വഴി നോക്കിയിട്ട് ഇവിടെ പൊട്ടലുണ്ട് എന്ന് മനസ്സിലാക്കുകയല്ലാണ്ട് ഫോൺ എടുത്ത് വെച്ചിട്ട് അതിൽ ലൈവ് പോയിട്ട് ആൾക്കാർ പറയുന്നതിന് എന്റെ കടിക്കലിട കുട്ട ചുണ്ട് പൊട്ടിയിരിക്കുക, ഈ വക വർത്താനങ്ങളൊന്നും ഞങ്ങളാരും സ്ത്രീകൾ പറയാറില്ല. പിന്നെ ഇനിയിപ്പോൾ അഥവാ ചുണ്ട് പൊട്ടിയതാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് അത്രയധികം കോസ്റ്റുകൾ? ഫോണാണ്, ലൈവാണ്, ആളുകൾ അതിൽ കയറുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. ബോധമില്ലേ? താൻ ആരെയും ന്യായീകരിക്കുന്നേ? ഇനി കുറച്ചു കാലം മുമ്പ് ഈ രേണുസുതി ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് സുധിയുടെ വീട്ടിൽ പോവുകയും സുധിയുടെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരയുകയും ആ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നതുമായിട്ടുള്ള ചില വീഡിയോസ് ഉണ്ട്. ആ ഒരു വീഡിയോ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാം. ഇത്രയധികം ഭർത്താവിനോടും ഭർത്താവിന്റെ വീട്ടുകാരോടും സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളൊരു വ്യക്തിയാണ്. ഭർത്താവിനോട് സ്നേഹമുണ്ട്, അളവറ്റ സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിന് മാത്രം കാണാൻ അവകാശപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങളും കോഷ്ടികളും മറ്റു പുരുഷന്മാരെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ പണം വാങ്ങിയിട്ട് അങ്ങനെ ഒരു പരിപാടി തുടങ്ങുമോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. രണ്ടാമത്, സ്വന്തം ഭർത്താവിന്റെ അമ്മയ്ക്ക് ഇത്രയധികം സ്നേഹം തന്നോടുണ്ട്, ഞാൻ അവരുടെ വില കളയരുത്, ഭർത്താവിന് ചീത്തപ്പേരുണ്ടാക്കരുത്, മക്കൾ ആൺകുട്ടികളാണ്, അവർക്ക് കുടുംബമുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. സോ കൊല്ലം സുധിയുടെ നിലവിലെ ഭാര്യ എന്ന നിലയിൽ ഇവർ അവകാശപ്പെടുന്നത് അങ്ങനെയാണ്, അങ്ങനെ തന്നെ പറഞ്ഞേക്കാം, ഭാര്യ എന്ന നിലയിൽ ആ കുടുംബത്തിന്റെ മാനം കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധമുണ്ടെങ്കിൽ ഇവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്നത് പോലെ ഇപ്പൊ ഈ ഒരു പരിപാടിക്ക് പോവുക. അപ്പൊ ഇതെല്ലാം മീഡിയ പ്രസൻസിന് വേണ്ടിയിട്ട് മാത്രം കാണിച്ചു കൂട്ടിയ ചില പോസ്റ്റുകളും കോപ്രായങ്ങളാണെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ടുള്ളത്. കാരണം അന്ന് ആ വീട്ടിൽ പോയി അവിടെ ഇരുന്ന് ഇത് കരയുന്നത് ഉൾപ്പെടെ കിച്ചുവിനെ കെട്ടിപ്പിടിക്കുന്നതുമായ രംഗങ്ങൾ ഉൾപ്പെടെ
അവർ പകർത്തിയിട്ടുള്ളത് ആളുകളുടെ പ്രസൻസിൻ്റെയാണ്. അല്ലാതെ ഈ ഒരു വീഡിയോ ഒഴിവാക്കിയത് ഞങ്ങളുടെ ഫാമിലി ടൈമാണ്, നിങ്ങളൊന്ന് പുറത്ത് നിൽക്കൂ എന്നുള്ളൊരു മര്യാദ പോലും പറഞ്ഞു കാണിക്കാതെ ആ മീഡിയനെ ഉൾപ്പെടെ അകത്ത് കയറ്റിയിട്ട് കെട്ടിപ്പിടിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതുമായ എല്ലാ രംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു പല കോൺട്രവേഴ്സീസിന് വേണ്ടിയിട്ടോ അവർ ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളത് സാരം. അവരുടെ മനസ്സിലൊന്ന് പ്രവൃത്തി വേറൊന്നാണ്. അവർക്ക് ഇങ്ങനെ കൂത്തടിച്ച് നടക്കണം എന്നുള്ളതാണ് താല്പര്യം. പക്ഷേ മീഡിയ പ്രസൻസിനും കുറച്ച് ഇതിനൊക്കെ വേണ്ടിയിട്ട് അവരും കൂടെ കൂട്ടുപിടിച്ചു എന്നത് സാരം. ഈ ഒരു വീഡിയോയിൽ കിച്ചുവിന്റെ പുറകിലിരിക്കുന്ന സമ്മാനങ്ങളാവട്ടെ, ഷീൽഡ്സ് ആവട്ടെ, ഇതെല്ലാം തന്നെ പുള്ളിക്കാരന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു വിലയുണ്ട്. അതുകൊണ്ട് അത് അവിടെ ആൾക്കാരെ കാണുക തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി അവർ അത് ആ ഹാളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ കേസിലോട്ട് വരികയാണെങ്കിൽ ഇവർക്ക് ആദ്യം തുടക്കത്തിൽ കുറച്ച് ഇവരുടെ പേര് ഉപയോഗിക്കേണ്ടി വരുന്നു, ഭർത്താവിന്റെ പേര് ഉപയോഗിക്കേണ്ടി വരുന്നു. ശേഷം അത്യാവശ്യത്തിന് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി. അതിന് തുല്യം എന്ന് പറയുന്നില്ല, തുല്യമേ അല്ല, അതേപോലെ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയും, എല്ലാ സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുമല്ലോ, അതേമാതിരി കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർന്നു വന്നിട്ട് കിട്ടിയ ഷീൽഡും ഉപഹാരങ്ങളും എല്ലാം തന്നെ ചാക്കി കെട്ടി കട്ടിനടിയിലാക്കി വെക്കുകയും അത് കവറിലാണെന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും ഇവർ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി. അപ്പം കൊല്ലം സുധിയുടെ വീട്ടില് അമ്മയും സഹോദരങ്ങളും സ്വന്തം മകനും കൊടുക്കുന്ന അത്ര വില പോലും സുധി അത്രയും കൊല്ലം ചെലവും ചെല്ലും കൊടുത്തു നോക്കിയ ഭാര്യ വീട്ടുകാർക്കോ ഭാര്യയ്ക്കോ ഇല്ല എന്നുള്ളതാണ് ഈ രണ്ട് വീഡിയോ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം. ഈ വീഡിയോ കണ്ട സമയത്ത് കിച്ചുവിന്റെ ഫേസിൽ എക്സ്പ്രഷൻസിൽ വളരെയധികം വ്യക്തമാണ്. പുള്ളിക്കാരൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പുള്ളിക്കാരിയുടെ കെട്ടിപ്പിടുത്തം പോലും ഫേക്കാണ്. അത് അവൻ ആ ക്യാമറയിലൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇത് വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വെറും പ്രഹസനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കുട്ടി എന്ത് ചെയ്തിട്ടുള്ളത്, അതിന് നിന്ന് കൊടുത്തിട്ടുള്ളത്. അവൻ്റെ നിസ്സഹായത നമുക്കറിയായിരുന്നു. അന്ന് പലതും പുറത്തു വിടുക എന്നുള്ള ഭീഷണിയുടെ മുൻമുനയിലായിരുന്നു. ഇപ്പോൾ അവൻ അതെല്ലാം വന്ന് തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇനി ഇവരെ കുറിച്ചിട്ട് വേദലക്ഷ്മി ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് സ്വന്തം ശരീരം വിറ്റ് പണം ഉണ്ടാകുന്ന സ്ത്രീകൾക്കെതിരെ ആഞ്ഞടിച്ചിട്ട് ഇവരുടെ കൂടെയുള്ള ബിഗ് ബോസിലെ വേദലക്ഷ്മി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ഞാനിവിടെ മുഴുവനായിട്ടും പ്ലേ ചെയ്ത് കേൾപ്പിക്കും. നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷന്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സമൂഹത്തിലേക്ക് കുറച്ച് ബാഡ് ഇമ്പാക്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, ബ്ലോഗേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട വീഡിയോ തെലങ്കാനയിലെ ആങ്കർ, ആക്ട്രസ്, എക്സ് BB കോntestant ഒക്കെ ആയിരുന്ന വിഷ്ണുപ്രിയ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നേരിടുന്ന ഒരു പരസ്യ മാധ്യമ വിചാരണയാണ്. വിജയവാഡയിലെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഹൈദരാബാദ് പോലീസിന് കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. 2 ദിവസം മുന്നേ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ബ്ലോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അങ്ങനെ കുറച്ച് പേരുടെ കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സ്ത്രീകൾ. സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തന്നെ സമൂഹത്തിന് മാതൃക ആവേണ്ടവർ തന്നെ പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് സെലിബ്രിറ്റീസ് ആയിരുന്ന കിരൺ റാത്തോർ, പൂനം ബാജ്വ തുടങ്ങിയ മുൻനിര നായകന്മാർ പോലും സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ബ്ലോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അതും 1 മില്യൺ 2 മില്യൺസ് ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പണമായിരിക്കാം മെയിൻ മോട്ടീവ്. പക്ഷേ അവര് പണം കൊടുത്ത് കുറച്ച് ആളുകൾ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് മാത്രമല്ല ഈ കോണ്ടന്റ്സ് എത്തുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സാധാരണക്കാർ എല്ലാ ദിവസവും കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും പോലും ഇതേ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ കണ്ട ടെലിഗ്രാം ചാനലിൽ മാക്സിമം ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത് ഓർഡിനറി ആയിട്ടുള്ള മലയാളി പെൺകുട്ടികളും സ്ത്രീകളും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഫസ്റ്റ് കോൾ ഔട്ട് ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കോണ്ടന്റ്സ് കണ്ടാലോ അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ചാനൽസ് ശ്രദ്ധയിൽപ്പെട്ടാലോ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്ത് ഇതിനൊരു എൻഡിൽ എത്തിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. നാളെ കാലത്ത് നമുക്ക് പരിചയത്തിലുള്ള ഒരാൾക്ക് പോലും ഇത് വന്നാലും ഇതുപോലൊരു ചതിയിൽ അവർ ചെന്ന് പെട്ടാലും നമ്മൾ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വരും. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ അവരാരെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയിട്ട് അതിനകത്ത് അവരെങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് പറയുന്നത് വഴി, ആ 2 വാക്ക് വഴി നമ്മളും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ, നമ്മുടെ ഭാവി തലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയാണ് വഴി തെറ്റി പോകുന്നത്. കാരണം പോക്കറ്റ് മണിക്ക് ഈസി ആയിട്ട് പൈസ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്നുള്ള സ്ത്രീകൾക്ക് കിട്ടുന്ന തെറ്റായ ഇൻഫർമേഷൻസും കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ, അതിലൊരു ലൈംഗിക ബന്ധമില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും വരുമാനം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബോധം വന്നിട്ട് സ്ത്രീകൾ അതിനകത്തോട്ട് പോകുമ്പോൾ അത് നമ്മുടെ സൊസൈറ്റിയെയും ആണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. സ്ത്രീകളുടെ വില സ്ത്രീകളായിട്ട് കളയാനുള്ള സാഹചര്യം അവിടെ നമ്മൾ തന്നെ വളം വെച്ച് കൊടുക്കണം. അതിനെന്താ എന്നുള്ള ഒറ്റ ക്വസ്റ്റ്യൻ കൊണ്ട്. അപ്പോൾ വേദലക്ഷ്മി പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളുണ്ട്. ഇതിനെതിരെ ആക്ഷൻ എടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിനെതിരെ പൊരുതാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മളെ വീട്ടിലും കുട്ടികളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ കുട്ടികൾക്ക് നാളെ മറ്റൊന്നും നഷ്ടപ്പെടാതെ സമൂഹത്തിൽ തല ഉയർത്തി അന്തസ്സോടെ ജീവിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സൈബർ ബുള്ളിങ്ങും ആളുകളുടെ കളിയാക്കലും കൊണ്ട് കുറേ കാലം തള്ളി നീക്കേണ്ടി വരും.
രേണു സുധീന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോക്കെതിരെ ഒരു സ്ത്രീ വളരെ ശക്തമായ ഭാഷയിൽ രേണുവിന് മറുപടി കൊടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഇനി ഇവളെ ആരും രേണു സുധി എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്തും ആരും ഇവളെ വിളിക്കരുത്. ഇവളെ ഇനി രേഷ്മ തങ്കച്ചൻ എന്നേ പറയാൻ പാടുള്ളൂ. കാരണം അത്രയ്ക്ക് നിലവാരം കുറഞ്ഞ രീതിയിലാണ് ഇവൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൾ എന്താ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവള് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറി അങ്ങ് അഴിഞ്ഞാടുക. എടി നിനക്കൊന്ന് ആലോചിച്ചോട്ടെ, നിന്റെ ഭർത്താവ്, നിന്റെ മരിച്ചുപോയ ഒരു ഭർത്താവ് ഉണ്ടല്ലോ, ആ മനുഷ്യന് ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന അടയാളങ്ങളുണ്ട്, രണ്ടുപേര്. അതാണ് നിന്റെ വയറ്റിലുണ്ടായതും അതിനു മുൻപ് സുധിക്കുണ്ടായ മകനായ കിച്ചു. അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ പേരും വെച്ച് നീ എന്തൊക്കെയാടി കാണിച്ചു കൂട്ടുന്നത് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ ഇതിലൂടെ? നിന്റെ തുണി അഴിച്ചങ്ങ് നീ ആടുവാണോ? നിനക്ക് നാണമുണ്ടോ? നിനക്ക് അല്പമെങ്കിലും നിനക്ക് നാണമുണ്ടോ? എടി നിന്റെ വീട്ടില് നിന്റെ അച്ഛനില്ലേടി? ഒന്നുമില്ലെങ്കിലും നിനക്കൊരു ചേച്ചിയില്ലേ രമ്യ എന്ന് പറയണ? അവളുടെ ഭർത്താവില്ലേ? അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ വരെ നീ എങ്ങനെ പോയി നിൽക്കൂടി? നീ ഇതുപോലുള്ള വേഷം കെട്ട് കാണിച്ചിട്ട് നീയൊക്കെ ഒരു പെണ്ണാണോടി? നീ ഒരു തള്ളയാണോടി? നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചല്ലേടി? ആ കൊച്ചിന്റെ ഭാവിനെ കുറിച്ച് നീ ആലോചിക്കും. നീ നിന്നെയൊക്കെ പറയേണ്ട പേരുണ്ടല്ലോ വേറെയാ. അത് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഇനിയും ഇവളെ ആരും രേണു ശുചി എന്ന് വിളിക്കരുത്. ഇവളെ രേഷ്മ തങ്കച്ചൻ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. എന്നിട്ടും ഇവൾക്കെതിരെ വീഡിയോ ഇടാൻ നേരത്ത് ഇവിടെ സപ്പോർട്ട് ചെയ്ത് അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ കുറെ ഇനങ്ങളുണ്ട്. അത് പെണ്ണുങ്ങൾ അങ്ങനെ പറയാൻ നേരത്താണ് നമുക്ക് തോന്നുന്നത് ഇതുങ്ങളൊക്കെ ഏത് വർഗത്തിൽപ്പെട്ടതാണെന്ന്. പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്. അതിൽ പെണ്ണുങ്ങൾ അങ്ങനെ പറയാൻ നേരത്താ ഒരമ്മയാണ്, അവള് മകളാണ്, അവൾക്ക് മറ്റ് പല ബന്ധങ്ങളുണ്ട്, അതിനൊന്നും ഒരു വക വെക്കാതെ ആ ബന്ധങ്ങൾക്ക് ഒരു മൂല്യം കൊടുക്കാതെ ഇതുപോലെ തുണി അഴിച്ചിട്ട് ആടുന്ന ഇവളെ സബ്സ്ക്രിപ്ഷൻ പോയിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? നിന്റെ മക്കൾക്ക് ഭാവിയിൽ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂടി? നിന്റെ പീസ് പടം കാണണമെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ കയറി കഴിഞ്ഞാൽ നിന്റെ പീസ് പടങ്ങൾ കാണാലോടി? നീയൊക്കെ എവിടത്തെ തള്ളയാടി നീയൊക്കെ? നീ ഒന്ന് പെറ്റതല്ലേ നീ എന്നൊക്കെ പറഞ്ഞാലും? ഒരു പെണ്ണിന് അവളുടെ അഭിമാനമായിരിക്കണം ഏറ്റവും വലുത്, അല്ലാതെ കാശല്ല ഏറ്റവും വലുത്. അഭിമാനം വിട്ടാണ് നീ ജീവിക്കുന്നത്. അഭിമാനം വിറ്റ് ജീവിക്കുന്ന മാനം കെട്ടോളെ എന്നേ നിന്നെ പറയാൻ പറ്റുള്ളൂ. ഇനി ചിലച്ചോണ്ട് കമന്റ് ബോക്സിന്റെ അടിയിലോട്ട് വാ, അവള് ജീവിക്കാൻ കിടന്ന് ബുദ്ധിമുട്ടുന്ന മറ്റവളാണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് പ്രതിഫലമൊന്നും വേണ്ട, എനിക്ക് രേണുവിന്റെ കൂടെ കുറച്ചൊന്ന് അഭിനയിച്ചാൽ മതി എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതിഫലം വേണ്ട, പുള്ളിക്കാരി ഒരു ബിഗ് ബോസ് ഫെയിം ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് പ്രതിഫലം കൊടുക്കണം. അപ്പം പൈസ ഇറക്കാൻ താല്പര്യമുള്ള പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യണം? രേണുവിന് പൈസ കൊടുത്തിട്ട് ഒരു റീൽസിൽ കുറച്ചു നേരമായ അവളുടെ കൂടെ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ച പോലെ ബീച്ച് കിടന്ന് ഉരുളാനും വെറുതെ തോണ്ടാനും മാന്താനും ഒരു റീലൊന്നും എടുക്കണം. സോ അതിന് പൈസ മുടക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ദയവ് ചെയ്ത് പൈസ മുടക്കുക. എനിക്ക് പൈസയൊന്നും വേണ്ട, വളരെ അന്തസ്സോടെ പറയുന്നത്. എനിക്ക് പണമൊന്നും വേണ്ട, രേണുവിന് കൊടുത്താൽ മതി. എനിക്ക് അവരുടെ കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് വീഡിയോയിലൊന്ന് അഭിനയിച്ചാൽ മതി. വേറെ ആരുമല്ല, ഇയാളാണ് പറയുന്നത്. എനിക്ക് റൊമാന്റിക്കൽ വീഡിയോയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ താരമായിട്ട് നിൽക്കുന്ന രേണുസുതിയാണ്, വേറെ ആരും ഇല്ലെന്നാണ് എന്റെ ഒരു തോന്നല്. അപ്പൊ രേണുസുതിയായിട്ട് എനിക്ക് റൊമാന്റിക്കൽ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കുറെ നാളായി എനിക്കൊരു ആഗ്രഹമുള്ളത്. അപ്പൊ അതിനുള്ള പ്രൊഡ്യൂസറും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് രേണുസുതി ബിഗ് ബോസ് താരമായതുകൊണ്ട് നമ്മുടെ കയ്യിൽ അതിനുള്ള പേയ്മെന്റും കാര്യങ്ങളും കൊടുക്കാനില്ല. രേണുസുതിക്ക് ഒരു റീൽ വാങ്ങി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൽ പ്രൊഡ്യൂസർമാരായിട്ടുണ്ടെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരൻ്റെ മെസ്സേജ് എടുക്കുക, രേണുസുതിക്ക് പ്രതിഫലം കൊടുത്താൽ മതി, എനിക്ക് പ്രതിഫലം തരണ്ട. എനിക്ക് പുള്ളിക്കാരത്തിലൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഷോർട്ട് ഫിലിം റൊമാന്റിക്കൽ വീഡിയോ എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? ആരും അത്ര ആത്മാർത്ഥതയോടെ ഇവരുടെ കഴിവ് പുറത്ത് കാണിക്കാനും സ്വന്തം കഴിവുകൾ പുറത്ത് കാണിക്കാനും ഒന്നും അല്ല ഈ രേണുവിന്റെ കൂടെ അഭിനയം എന്നും പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. വെറുതെ ഒന്ന് തട്ടണം, തോണ്ടണം, മാന്തണം, അത് അവരെ മുതലാക്കണം. അതിനുവേണ്ടി അവർക്ക് പൈസ കൊടുക്കുന്നു, റീലെന്നും പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം എന്നും പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് വിടുന്നു, അത്ര മാത്രം. ഇവരെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതറിയാം. ഈ രേഷ്മ പി തങ്കച്ചന്റെ ഈ വക സാധനങ്ങളെല്ലാം കൂടെ കണ്ട് തലയ്ക്ക് ഭ്രാന്തായ ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം അവർക്ക് തങ്കച്ചനെതിരെ മെസ്സേജ് അയക്കുകയും തങ്കച്ചനോട് വിളിച്ച് സംസാരിക്കുകയും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവ് കോട്സിന്റെ ചാനലിൽ അതിന്റെ ഓഡിയോസും കാര്യങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവര് സഹി കെട്ടിട്ടാണ് ഇവർ പ്രതികരിക്കുന്നത്. ആരാണെങ്കിലും സഹി കെട്ട് പ്രതികരിച്ച് പോവുമല്ലോ. പ്രത്യേകിച്ച് പള്ളിക്കാരും കൂടെ നല്ല വിശ്വാസം കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് പറയും. കാരണം ഇയാൾ പള്ളിയിലെ കപ്പിയറൊക്കെ ആയിരുന്നു എന്നാണ് ഇയാൾ എന്നെ പറയപ്പെടുന്നത്. അച്ഛൻ്റെ വലങ്കയായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മകള് തന്നെ ഈ വക പേക്കൂത്ത് കാണിക്കുന്ന സമയത്ത് ആരാണെങ്കിലും പ്രതികരിച്ചു പോകും. അപ്പോൾ ആ സ്ത്രീയുടെ പ്രതികരണം ഞാൻ ഇവിടെ നിന്ന് വെക്കാം. ഞാൻ ഇന്നലെ വൈകിട്ട് വിളിച്ച ആളാണ്. കോട്ടയത്ത് നിന്ന് തന്നെ വിളിക്കുന്നത് കേട്ടോ. ഞാൻ വിളിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് ഇനി ഈ രീതിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങളുടെ പള്ളിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഈ മേൽഘടകത്തിൽ ഈ ഇവള് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് മുഴുവൻ ഞാൻ കാണിക്കും. ഇവള് കാണിക്കുന്ന അശ്ലീലം, അവൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഇവൾ കാണിക്കുന്ന അശ്ലീലങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് മുഴുവൻ കൊടുക്കുന്ന പള്ളിക്കാരും കാര്യങ്ങളും എല്ലാം കാണിച്ച് ഇതിനൊരു തീരുമാനമാക്കും. നിങ്ങൾ അങ്ങനെയൊന്നും മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ലല്ലോ. എല്ലാവരും ഭർത്താവ് മരിച്ചാൽ തുണി അഴിച്ചിട്ടാണ് ജീവിക്കുന്നത്, അല്ല ബാറിൽ ഡാൻസ് ചെയ്താണ് ജീവിക്കുന്നത്. അല്ല,
ജോലി ചെയ്ത് ജീവിക്കണം. ഇവർക്ക് കണ്ട 3-4 ആണുങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി മറിയാനൊക്കെ ഇവർക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഇവർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി, ഇവിടെ എന്തെല്ലാം തൊഴിൽ പഠിച്ചിട്ടുണ്ട്. നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്, അവള് എയർപോർട്ടിൽ ഏതാണ്ട് പഠിച്ചിട്ടുണ്ട്, മറ്റേത് പഠിച്ചിട്ടുണ്ട്, മറിച്ചത് പഠിച്ചിട്ടുണ്ട്. അവള് പഠിച്ചത് എന്തെങ്കിലും തൊഴിൽ പഠിക്കട്ടെ. അവൾ എത്ര നാൾ ഇങ്ങനെ തുണി അഴിച്ചിട്ട് അവൾ കഴിഞ്ഞ ദിവസത്തെ ഇവിടെ കാണാം. അവൾ തുണിയെല്ലാം മാറ്റി വെച്ചേച്ച് സാമാനത്തിനകം മുഴുവൻ ക്രീമും പുരട്ടി കണ്ട ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ. അവിടെ റേറ്റ് എത്രയാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. നിങ്ങളൊരു അപ്പനല്ലേ? നിങ്ങൾ പള്ളിയിൽ ഏതാണ്ട് വലിയ ഭാരവാഹിത്വം വഹിച്ച് നടക്കുന്ന ഒരുത്തനല്ലേ? നമ്മൾ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്കത് കേൾക്കാനും നിങ്ങൾക്കത് മകളെ മര്യാദയ്ക്ക് നിർത്താനും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരുടെ പേരിൽ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാവുന്നിടത്തെല്ലാം കസ്റ്റംസ് ഇന്റലിജൻസി കൊടുത്തിട്ടുണ്ട്. കൊടുക്കാവുന്നിടത്തെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കരീഷ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവൾ ഇനി വിദേശത്ത് പോവുകയോ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവളെ എല്ലാം നല്ല രീതിയിൽ അവളെ ചെക്ക് ചെയ്യുകയും എടുക്കുകയും ചെയ്യും. പണ്ടത്തെ പോലെ അവൾക്ക് സ്വർണ്ണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവൾക്ക് പറ്റത്തില്ല. ഇവൾ ഈ ദുബായി പോയി ചെയ്ത പരിപാടികളെല്ലാം അറിയാം. ഇവിടെ കൂടെ പോയ ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവളുടെ കൂടെ ദുബായി പോയി കിടന്ന ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ പഠിപ്പിച്ചത് ജീവിക്കാനാണ് പഠിപ്പിച്ചത്. ബൈബിളിൽ പറയുന്നുണ്ടോ ജീവിക്കാൻ? ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം ജീവിക്കുന്നത്. നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തിന്നാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു തന്തയാണോ? നിങ്ങളൊരു ആണാണോ? സ്വന്തം മകളെ കൊണ്ടുവരുന്നത് ഒരു കുടുംബം മൊത്തം തിന്നുന്നത്. നിങ്ങളൊരു നാട്ടുകാർ തന്ന ഒരു വീടിൻ്റെ അകത്ത്, ഒരു അച്ഛനും എല്ലാവരും കൂടി തന്ന ഒരു വീടിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് നിങ്ങൾ എന്തുവായി കാണിക്കുന്നതൊക്കെ? ഇതൊക്കെ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ. ഇവളുടെ അഹങ്കാരമൊക്കെ, ഇവൾ അഹങ്കാരിയോ എന്തോ ആയിക്കോട്ടെ, ഇവൾ വ്യഭിചരിക്കണോ? അവൾ വ്യഭിചരിച്ചോട്ടെ. അവൾ പേഴ്സണലായിട്ട് അവൾ ആരെ വിളിച്ച് വേണമെങ്കിൽ കാശുണ്ടാകും. അവൾ എന്തിനും ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്നത്? ഇവൾ എന്തിനാ സബ്സ്ക്രിപ്ഷൻ എടുത്തു? ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് തുണി അഴിച്ചിട്ട് കാണിച്ചു പോകണം. അവൾ പറയുന്നത് അവിടെ ചെറിയ നിങ്ങളിതൊന്നും കാണുന്നില്ലേ? തന്റെ ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങൾക്ക് പോയി ആക്ട് ചെയ്യും. ഇതൊന്നും മകളെ മര്യാദയ്ക്ക് നിർത്താൻ കഴിവില്ല. എന്തിനിങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ? നിങ്ങളുടെ അച്ഛന്മാരെ ഞാനൊന്ന് കാണട്ടെ. നമ്മുടെ പള്ളിയിലെ കൊണസാണ്ടർമാരെ എല്ലാവരും ഞാനൊന്ന് കണ്ട് ഇവളുടെ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. കാണിച്ച് ഇവൾ എന്താ ചെയ്യണമെന്ന് അവരറിയണമല്ലോ. അതിൻ്റെ ഇത് നിങ്ങളോട് അവർ ചോദിക്കും. ഈ പള്ളിയിലെ ആൾക്കാർ നിങ്ങളോട് ചോദിക്കും. അതുപോലെ കഴിഞ്ഞ ദിവസം ഇവളുടെ മാനേജർ എന്ന് പറഞ്ഞു. ഇവളുടെ മാനേജറും ഒന്നുമല്ല, ഇവളുടെ മാനേജറൊന്നുമല്ല കരീഷ്മ. കാരണം ഇവളെ പോലുള്ള ഒരു ലോ ക്ലാസ്സിന് എന്ത് കാര്യത്തിനാണ് മാനേജർ? ഇവിടെ കൊടുപ്പുകാരി. ഇവൾക്ക് ഇതുപോലെ ആണുങ്ങളെ കൊടുത്ത് കാശുണ്ടാക്കാൻ അതിന്റെ പങ്ക് ഈ കരീഷ്മയും പറ്റുന്നു. അവളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്നാന്നറിയാം, ഇവൾക്ക് എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന്. ഇവൾക്ക് എന്ത് ഇവൾ ചെയ്യും. ഇവൾക്ക് എന്ത് കാര്യങ്ങൾ ഞാൻ കരീഷ്മയോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ വയറ് കൊണ്ടൊന്ന് കാണിക്കുമോ? നാട്ടുകാരെ ഇങ്ങനെ കാണിക്കുമോ? അല്ലെ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഇത് ഈ സ്ത്രീ തങ്കച്ചന് വാട്സപ്പിൽ അയച്ചിട്ടുള്ള മെസ്സേജസ് ആണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ അയാളോട് പറയുന്നുണ്ട്. പക്ഷെ ഇതിനുള്ള മറുപടി കാര്യങ്ങളൊന്നും വാട്സപ്പ് കൊടുക്കുകയോ വിളിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പകരം ഇത് പള്ളിയിൽ നിന്ന് ആരെങ്കിലും ആണോ എന്നുള്ള ഒരു ഭയം കൊണ്ട് പള്ളിയിൽ നിന്നാണോ വിളിക്കുന്നത് എന്നൊരൊറ്റ ചോദ്യം ചോദിച്ച് അവർ ആ ഫോൺ കട്ട് ചെയ്തു. ശേഷം ഇവരെ അപ്രോച്ച് ചെയ്യുന്നത്, ഈ സ്ത്രീനെ അപ്രോച്ച് ചെയ്യുന്നത് അവരുടെ വക്കീലാണ്. ആ വക്കീൽ ഇവരോട് പറയുന്നുണ്ട്, ഞങ്ങൾ ലീഗലി, ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല, വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോൾ, ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യും, ഇങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഇയാൾ ഹൃദയരോഗിയാണ്, ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, ഇതൊക്കെ മോൾ അറിയുന്നുണ്ടോ? അച്ഛൻ ഹൃദയരോഗിയാണ്, ഞാനിതൊന്നും കാണിക്കരുത്, എൻ്റെ അച്ഛൻ ചങ്ക് പൊട്ടി ചാവും എന്നുള്ള ബോധം നോക്കില്ല, പക്ഷെ ആ ബോധം നാട്ടുകാർ കാണിക്കണമെന്നാണ് വക്കീൽ പറയുന്നത്. എന്നാണെങ്കിലും വക്കീൽ പറഞ്ഞ് ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കേസുമായിട്ട് മുമ്പോട്ട് പോകും, ലീഗലി മൂവ് ചെയ്യും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അതിനാ ഈ സ്ത്രീ മറുപടി കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ലീഗലി മൂവ് ചെയ്തോളൂ, ഞാനിത് ലീഗലി മൂവ് ചെയ്താൽ നേരിടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ അവർക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും മെസ്സേജ് അയക്കുകയുണ്ടായി. ഞാനതല്ല നോക്കുന്നത്. ഇതിൽ ഈ വക്കീൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കേസ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയിക്കാം എന്ന് കരുതി. ഏത് വക്കീലാണ് കേസ് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകാൻ കേട്ടോ എന്ന് പറഞ്ഞ് എതിർകക്ഷിയെ പോയി സമീപിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കക്ഷികൾ പറയും ഞങ്ങൾ കേസ് കൊടുക്കും എന്നുള്ളത്, കക്ഷികൾ പറയും. അതല്ലാണ്ട് കേസ് കൊടുത്തതിന് ശേഷം വക്കീൽ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ പോരാത്തതിന് വക്കീലൊക്കെ ഉണ്ട്, സ്വന്തമായിട്ട് കാര്യങ്ങൾ നിയമം ഉപദേശിച്ച് തരാനും എല്ലാത്തിനും വക്കീലുണ്ട്. അപ്പം വക്കീലിൻ്റെ ബുദ്ധിയും കുറേയൊക്കെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സാരം. അപ്പോൾ ഈ സ്വർണ്ണക്കുടത്ത്, ഗൾഫിലെ വേറെ ജോലി, ഇവിടുത്തെ വേറെ ജോലി, കരീഷ്മേൻ്റെ മാനേജിങ്, ഇതെല്ലാം കൂടെ നോക്കുന്ന സമയത്ത് ഷെഫീന ബീവി പറയുന്ന കാര്യങ്ങളിലേക്ക് എല്ലാം കൂടെ അങ്ങോട്ട് ചെന്ന് ചേരുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ഒഫീഷ്യലി വക്കീൽ വരെയുണ്ട്, കാര്യങ്ങൾ നിയമ ഉപദേശം കൊടുക്കാനും കാര്യങ്ങൾ തിരുത്താനും ചെയ്യാനൊക്കെ വക്കീൽ വരെയുണ്ട്. അപ്പം കാര്യങ്ങളിലൊക്കെ ഏകദേശം തീരുമാനമായി കാണുമല്ലോ അല്ലേ. ഇവരെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നന്നാവുന്ന ആൾക്കാരാണെങ്കിൽ പണ്ടേ നന്നാവും. കാരണം ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ട് ഒത്തിരി പേര് ഉപദേശിക്കുകയും വിമർശിക്കുകയും എല്ലാം ചെയ്തിട്ടും മാറാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ വഴിക്ക് പോട്ടെ എന്ന് പറയല്ലാതെ നമുക്ക് വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. മല്ലു റാപ്പറിൽ ഒരു വീഡിയോ കാണാനിടയായി, ഇവരെ ട്രോളി കൊണ്ടാണ്. ഞാൻ ആ ഒരു വീഡിയോ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വെക്കാം. ഓ എന്നടെ കണ്ണാ കടിക്കല കണ്ണാ, ഈ ആട്ടും കൂത്തി മറന്ന സാധനം ആര് കടിക്കലാണ്? വികാരമാകുന്നുണ്ട് കണ്ണാ.
ഞാൻ ചേട്ടാ നമ്മളൊന്നും കുറ്റം പറയല്ല ചേച്ചീനെ. എന്തെങ്കിലും ചെയ്ത് ജീവിച്ചിട്ടോ ഒരു വിധേയമായിട്ടുള്ള സ്ത്രീനെ നമ്മളിങ്ങനെ കുറ്റം പറയാൻ പാടില്ല. അവർക്ക് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ, അല്ല അങ്ങനെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞത്. അവരെന്തെങ്കിലും ചെയ്ത് എങ്ങനെയും ജീവിക്കട്ടെ, വേട്ടയാടല്ല അവര്. ചേച്ചി എന്താ നെഞ്ചത്ത് വീണ്? ഒരു നെഞ്ചത്ത് രണ്ടല്ലേ കുരു. പേരള ചേച്ചാൻ വെച്ചേ അതൊക്കെ ഒരു കണ്ട് മാഞ്ഞോക്കളൂ. എല്ലാവർക്കും എന്റെ സബ്സ്ക്രിപ്ഷനിലേക്ക് സ്വാഗതം. എന്തെങ്കിലും സബ്സ്ക്രൈബ് കാണിച്ച് ജീവിച്ചോട്ടെ. ഇന്നിപ്പോ പിന്നാമ്പറം കാണിച്ചു, നാളെ ഞുമ്പറം കാണിച്ചാലോ. ഓക്കെ, ഇതൊക്കെ കണ്ട് ഞാൻ എന്തായാലും പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല.